നമസ്കാരം. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അച്ചീവ്മെൻറ്റ് മോട്ടിവേഷൻ ആണ്. ഈ ഒരു ഭാഗം നിങ്ങൾക്ക് കുറച്ച് പഠിക്കാനുണ്ട്. അപ്പോൾ നമുക്ക് ഇതിനകത്തേക്ക് നോക്കാം. അച്ചീവ്മെൻറ്റ് മോട്ടിവേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്ത് ആദ്യം നിങ്ങൾ അതിൻ്റെ ഡെഫിനിഷൻ പഠിക്കണം, പിന്നെ അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് പഠിക്കണം, അതിൻ്റെ ഇമ്പോർട്ടൻസ് പഠിക്കണം. ഇത്രയും കാര്യങ്ങളെ പഠിക്കാനുള്ളൂ. അപ്പോൾ നമുക്ക് നോക്കാം. ഇത് അതിൻ്റെ ഒരു ഡെഫിനിഷനാണ് കേട്ടോ. അച്ചീവ്മെൻറ്റ് മോട്ടിവേഷൻ ക്യാൻ ബി ഡിഫൈൻഡ് ആസ് ദി നീഡ് ഫോർ സക്സസ് ഓർ ദി അറ്റൈൻമെൻറ്റ് ഓഫ് എക്സലൻസ്. എന്ന് വെച്ചാൽ നമുക്ക് വിജയിക്കണം എന്നുള്ള ഒരു ആവശ്യം നമ്മുടെ മനസ്സിൽ തോന്നാറില്ലേ? അപ്പം അതിനെയാണ് നമ്മളൊരു അച്ചീവ്മെൻറ്റ് മോട്ടിവേഷൻ എന്ന് പറഞ്ഞാൽ എന്താ, സാധാരണ രീതിയിൽ നമ്മൾ എന്തെങ്കിലും ഒരു കാര്യത്തിനാൽ മോട്ടിവേറ്റഡ് ആയിട്ടുണ്ടാവും. പക്ഷെ ഇത് ഒരു പെർട്ടിക്കുലർ ഒരു കാര്യം ഉണ്ടായിരിക്കും. നമുക്കൊന്നെങ്കിൽ ഇപ്പോൾ 10ാം ക്ലാസ്സിലാണെങ്കിൽ ഫുൾ A+ വാങ്ങണം, അല്ലെങ്കിൽ നമുക്കൊരു ജോലി നേടണം, അങ്ങനെ ഒരു നേട്ടത്തിനെ പറ്റിയിട്ട് നമ്മൾ മോട്ടിവേറ്റഡ് ആവുന്നതാണ് അച്ചീവ്മെൻറ്റ് മോട്ടിവേഷൻ. ആൻഡ് ഇൻഡിവിജ്വൽസ് വിൽ സാറ്റിസ്ഫൈ ദെയർ നീഡ്സ് ത്രൂ ഡിഫറെൻറ്റ് മീൻസ്. ഓരോരുത്തരും അവരവരുടെ സാറ്റിസ്ഫാക്ഷൻ എന്ന് പറയുന്നത് അവർക്ക് ഓരോ കാര്യങ്ങൾ ഇങ്ങനെ നേടുമ്പോഴാണ് അവർക്ക് സാറ്റിസ്ഫാക്ഷൻ ആവുന്നത്. ആൻഡ് ആർ ഡ്രിവൺ ടു സക്സീഡ് ഫോർ വാരിയിങ് റീസൺസ് ബോത്ത് ഇൻറ്റേർണൽ ആൻഡ് എക്സ്റ്റേണൽ. അതുകൊണ്ടാണ് അവർ ഇൻറ്റേർണലിയും അതുപോലെ തന്നെ എക്സ്റ്റേണലിയും വളരെയധികം സക്സസ്ഫുൾ ആവുന്നുണ്ട് എന്ന് പറയുന്നത്. അങ്ങനെ എന്തെങ്കിലും അവർ ആഗ്രഹിച്ച നേട്ടങ്ങൾ നേടിയെടുക്കുമ്പോഴാണ്. സോ ദിസ് ഈസ് ദി ഡെഫിനിഷൻ. യു ക്യാൻ സ്റ്റഡി ദിസ്. ഇനി ഇതിൻ്റെ ഫീച്ചേഴ്സ് എന്ന് പറയുന്നത്, അച്ചീവ്മെൻറ്റ് മോട്ടിവേഷൻ്റെ ഫീച്ചേഴ്സ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ലാറ്ററൽ പേഴ്സണൽ ഡിസ്പൊസിഷൻ ടു സ്ട്രൈവ് ഫോർ എ പെർട്ടിക്കുലർ ഗോൾ. അതാണ്, ഒരു പെർട്ടിക്കുലർ ഗോൾ അതിനകത്ത് ഉണ്ടായിരിക്കും, ഒരു പ്രത്യേകമായിട്ടുള്ള ഒരു ലക്ഷ്യസ്ഥാനം ഉണ്ടായിരിക്കും. ആൻഡ് ഇറ്റ്സ് പേഴ്സൺസ് ഡീപ്പ് ആൻഡ് ഡ്രൈവിംഗ് ഡിസൈർ ടു ഡു സംതിങ് ഇമ്പോർട്ടൻറ്റ് ടു അറ്റൈൻ ദ ഫീലിങ്സ് ഓഫ് പേഴ്സണൽ അക്കംപ്ലിഷ്മെൻറ്റ്. അതെന്ന് വെച്ചാൽ ഒരു മനുഷ്യൻ്റെ ഏറ്റവും ഒരു ഡ്രൈവിംഗ് ആയിട്ടുള്ള ഒരു ഫോഴ്സ് ആയിരിക്കും ഇത്. ഒരു കാര്യം കിട്ടാൻ വേണ്ടിയിട്ട് നമ്മളതിന് വേണ്ടിയിട്ട് മെനക്കെട്ട് വർക്ക് ചെയ്യുന്നതാണ്. അതാണൊരു അച്ചീവ്മെൻറ്റ് മോട്ടിവേഷൻ്റെ ഒരു പ്രത്യേകത. ഇറ്റ് ഈസ് പേഴ്സണൽ ഡിസ്പൊസിഷൻ ടു അച്ചീവ് സംതിങ് ഡിഫിക്കൽട്ട് ആൻഡ് ബിഗ്. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണ എല്ലാവർക്കും നേടാൻ പറ്റുന്ന ഒരു നേട്ടം ആയിരിക്കില്ല, അല്ലെങ്കിൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം അതൊരു വലിയൊരു നേട്ടം തന്നെയായിരിക്കും. ബാക്കിയുള്ള ആളുകളതോ സില്ലിയായി വിട്ടാലോ, അല്ലെങ്കിൽ എല്ലാവരും സംബന്ധിച്ച് അതൊരു വലിയ സ്വപ്നമായിരിക്കും. IAS എന്ന് പറയുന്നത് അതൊരു അച്ചീവ്മെൻറ്റ് മോട്ടിവേഷൻ. അത് കിട്ടണം എന്നുണ്ടെങ്കിൽ അച്ചീവ്മെൻറ്റ് മോട്ടിവേഷൻ്റെ ഏറ്റവും പീക്കിലെത്തിയാൽ തന്നെ നമുക്കത് കിട്ടുകയുള്ളൂ. അപ്പം അത്തരത്തിലുള്ള അത് നമ്മൾ മനസ്സിലാക്കണം, ഒരു ഡിഫറൻസ് കേട്ടോ. ദെൻ നീഡ് ഓഫ് അച്ചീവ്മെൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദേ ആർ ചാലഞ്ചിങ്, അല്ലേ? നമ്മളിനിയിപ്പോൾ എന്തിനാണ് അത് വേണം ഇത് വേണം എന്നൊക്കെ ആഗ്രഹിക്കുന്നത്, എന്തിനാ IAS ആവണം മറ്റേതാവണം എന്നൊക്കെ ആഗ്രഹിക്കുന്ന ഒരു ആഗ്രഹം നമ്മൾ വിചാരിക്കുക കേട്ടോ. ഉദാഹരണം പറഞ്ഞാണ് എന്ന് വെച്ചാൽ അവർ ആ ഒരു ആഗ്രഹം എന്ന് പറയുന്നത് ദേ ആർ ചാലഞ്ചിങ് ആണ്. ഒരു കോമൺ ആൾക്ക് സംബന്ധിച്ചിടത്തോളം അത് നേടിയെടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലൈഫിൽ ഏറ്റവും നല്ല പെർഫോമൻസ് കൊടുക്കാൻ പറ്റുന്നൊരു സംഭവമായിരിക്കും. ആൻഡ് ദേ ലൈക്ക് വർക്കിംഗ് എലോൺ ഓർ വിത്ത് അതർ അച്ചീവേഴ്സ്. എന്ന് വെച്ചാൽ ഒന്നുകിൽ ഇത് പേഴ്സണലി ആയിരിക്കും, ഹൈലി പേഴ്സണൽ ആയിരിക്കും. എന്ന് വെച്ചാൽ ഒരാൾ ഒറ്റയ്ക്ക്, കുറേ ആളുകൾ ഉണ്ടായിരിക്കും ഇത് വേണ്ടിയിട്ട് വർക്ക് ചെയ്യുന്ന ആളുകളൊക്കെ ഉണ്ടായിരിക്കും. പക്ഷെ എന്നാലും അത് നേടിയെടുക്കണം എന്നുള്ളത് അയാളുടെ ഒരു പേഴ്സണൽ ഗെയിൻ ആയിരിക്കും. ഇപ്പം നമ്മൾ എവറസ്റ്റ് കീഴടക്കണം അതുപോലുള്ള ആഗ്രഹിക്കുന്ന ആളുകൾ ഒരുപാട് പേരുണ്ട്. പക്ഷേ നമ്മളുടെ ഒരു പേഴ്സണൽ ആഗ്രഹം കൊണ്ട് തന്നെയാണ് നമ്മൾ അവിടേക്ക് എത്തിപ്പെടുന്നത്, അല്ലാതെ ആരും കമ്പൽ ചെയ്തിട്ടല്ല. ആൻഡ് ദേ ആർ സെൽഫ് മോട്ടിവേറ്റഡ്. നമ്മൾ സെൽഫ് മോട്ടിവേറ്റഡ് ആയിരിക്കും എപ്പോഴും. നമ്മുടെ ആ ഒരു കാര്യം കഴിഞ്ഞിട്ട് നമുക്ക് ബാക്കി എന്തും ഉണ്ടായിരിക്കുള്ളൂ. ആൻഡ് ദേ ലൈക്ക് ഫീഡ്ബാക്ക് ടു അസസ് ദെയർ പ്രോഗ്രസ്. പിന്നെ അതേപോലെ തന്നെ നമ്മളുടെ ഒരു പുരോഗതിയെ നമ്മൾ നോക്കാൻ വേണ്ടിയിട്ട് എപ്പോഴും നമ്മളതിൻ്റെ ഒരു ഫീഡ്ബാക്ക് എപ്പോഴും വർക്ക് ചെയ്തുകൊണ്ടേയിരിക്കും. ആൻഡ് ദീസ് ഇൻഡിവിജ്വൽസ് വിൽ പെർഫോം ബെറ്റർ ഇഫ് മണി ഈസ് ലിങ്ക്ഡ് വിത്ത് ദെയർ അച്ചീവ്മെൻറ്റ്സ്. അതാണ് അടുത്ത പോയിന്റ്. അതിനകത്ത് നമ്മുടെ അച്ചീവ്മെൻറ്റ് ലഭിക്കുന്നതോടുകൂടി നമുക്ക് പണവും കൂടി ലഭിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അച്ചീവ്മെൻറ്റ് മോട്ടിവേഷൻ എന്ന് പറയുന്നത് ഭയങ്കരമായിരിക്കും. കാരണം നമ്മളൊരു കാര്യം നേടുന്നത് ഇപ്പോൾ IAS എന്ന് പറയുന്ന ഒരു പൊസിഷന് വേണ്ടി മാത്രമാണോ? അല്ല, അതൊരു ഡിഗ്നിറ്റി, നമുക്ക് പണവും ഒക്കെ കൊണ്ടുതരണം. അപ്പം നമ്മുടെ ആഗ്രഹത്തോടു കൂടി പണവും കൂടി ലിങ്ക്ഡ് ആണെന്നുണ്ടെങ്കിൽ ഭയങ്കര ത്രില്ലായിരിക്കും നമുക്കത് നേടിയെടുക്കാൻ. ഇനി അടുത്തത് പവർ, അഫിലിയേഷൻ ആൻഡ് അച്ചീവ്മെൻറ്റ് എന്ന് പറയുന്നത് മാക്ലെലൻ്റെ ഒരു നീഡ്സ് തിയറി ഉണ്ട് കേട്ടോ. ഇത് നിങ്ങൾക്ക് പഠിക്കാനുണ്ടോ എന്നറിയില്ല, നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിലൊന്ന് നോക്കണം. അപ്പം ഇതിനകത്ത് അദ്ദേഹം പറഞ്ഞിരിക്കുന്നതെന്ന് വെച്ചാൽ നമ്മുടെ അച്ചീവ്മെൻറ്റ് മോട്ടിവേഷനെ സാധൂകരിക്കുന്ന അല്ലെങ്കിൽ അതിൻ്റെ കൂടെയുള്ള 3 ഫാക്ടേഴ്സാണ് പവർ, അഫിലിയേഷൻ ആൻഡ് അച്ചീവ്മെൻറ്റ് എന്ന് പറയുന്നത്. അപ്പം ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അച്ചീവ്മെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡ്രൈവ് ടു സക്സീഡ്, വിജയത്തിലേക്ക് നമ്മളെ കുതിപ്പിക്കുന്നത് എന്തോ അതിനെയാണ്, ഡ്രൈവിംഗ് ഫോഴ്സിനെയാണ് അച്ചീവ്മെൻറ്റ് എന്ന് പറയുന്നത്.
അഫിലിയേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിസയർ ഫോർ ഇൻ്റർപേഴ്സണൽ റിലേഷൻഷിപ്സ് എന്ന് വെച്ചാൽ ഈ ഒരു അച്ചീവ്മെൻറ്റ് നമുക്ക് ഈ ഒരു കാര്യം നേടിയെടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പരസ്പരം മറ്റുള്ളവരുമായിട്ട് ഉണ്ടാക്കിയെടുക്കുന്ന ഒരു ബന്ധം എന്നുള്ളതാണ്. പവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നീഡ് ടു ഇൻഫ്ലുവൻസ് ദ ബിഹേവിയർ ഓഫ് അതേഴ്സ്, മറ്റുള്ള ആളുകളെയും കൂടി സ്വാധീനിക്കാൻ കഴിയുന്ന, അവരെയും കൂടി കൺട്രോളിലാക്കാൻ സാധിക്കുന്ന ആ ഒരു പവർ ഉണ്ടല്ലോ, അതിനെയാണ് അതിൻ്റെ ഒരു ശക്തി, അതിനെയാണ് പവർ എന്ന് പറയുന്നത്. ഇപ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ ഒരു ഓഫീസിലെ MD അല്ലെങ്കിൽ മാനേജറോ ഒക്കെ മറ്റുള്ളവരെ നമുക്ക് പറഞ്ഞിട്ട് അവരെ കൊണ്ട് ചെയ്യിപ്പിക്കാൻ പറ്റുന്ന ഒരു നല്ല മാനേജേഴ്സ് ഉണ്ടായിരിക്കും അല്ലേ. അയാൾ പക്ഷേ ഒരേപോലെ അവിടെ ഒച്ചയിട്ട് ഇതാക്കുക എന്നുള്ളതല്ല, അതോടൊപ്പം തന്നെ അവരെ നല്ല രീതിയിൽ ഓർഗനൈസ് ചെയ്യാനുള്ളൊരു കപ്പാസിറ്റി. ഇതാണ് മാക്ലെലാൻഡിൻ്റെ ഹ്യൂമൻ മോട്ടിവേഷൻ തിയറി പറയുന്നത്. പിന്നെ നിങ്ങൾക്ക് മാസ്ലോയുടെ ഒരു ഹൈറാർക്കി ഓഫ് നീഡ്സ് എന്ന് പറയുന്ന തിയറി കഴിഞ്ഞ സെമ്മിൽ നിങ്ങൾ പഠിച്ചിട്ടുണ്ടായിരിക്കും കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് പറയേണ്ട ഒന്നാണ് അച്ചീവ്മെൻറ്റ് മോട്ടിവേഷനുമായിട്ട്. ജസ്റ്റ് ഒരു ഉദാഹരണം പറയുകയാണ് കേട്ടോ, നിങ്ങൾക്ക് എക്സാമിന് എഴുതാം. ഇതൊക്കെ ഭയങ്കര ഒരു അഡീഷണൽ പോയിൻറ്റ്സ് ആണ്, പക്ഷേ നിങ്ങൾക്ക് ആ ഒരു ടോപ്പിക് നല്ല രീതിയിൽ മനസ്സിലായിട്ടുണ്ടെന്ന് മനസ്സിലാവും. ഇവിടെയെന്ന് വെച്ചാൽ നമുക്കറിയാം, നമുക്ക് ബയോളജിക്കലി ആയിട്ടുള്ള ഫിസിയോളജിക്കൽ നീഡ്സ് ഒക്കെ ഉണ്ട്, ഫുഡ്, സ്ലീപ്പ്, വാട്ടർ പോലെ. പിന്നെ സേഫ്റ്റി നീഡ്സ് ഉണ്ട്, എന്ന് വെച്ചാൽ സെക്യൂരിറ്റി, ഹെൽത്ത്, ഫിനാൻസ്, അതൊക്കെ ഒരു ബേസിക് നീഡാണ് അല്ലേ. പിന്നെ ലവ് ആൻഡ് ബിലോങ്ങിങ് എന്ന് പറയുന്നത്, ഫ്രണ്ട്ഷിപ്പ്, ഇൻറ്റിമസി, ഫാമിലി കണക്ഷൻസ് എന്നൊക്കെ പറയുന്നത് ഒരു സൈക്കോളജിക്കൽ നീഡാണ്. റെസ്പെക്ട്, സ്റ്റേറ്റസ്, റെക്കഗ്നീഷൻ, സ്ട്രെങ്ത്, സെൽഫ് എസ്റ്റീം എന്നൊക്കെ പറയുന്നത്. പിന്നെ സെൽഫ് ഫുൾഫിൽമെൻറ്റ് നീഡ്സ് ഉണ്ട്, എന്ന് വെച്ചാൽ ഒരാളുടെ ഒരു ജീവിതത്തിലെ ഏറ്റവും വലിയൊരു ആഗ്രഹം, അങ്ങനെയുള്ളൊരു കാര്യം നേടിയെടുക്കുക. അപ്പം മാസ്ലോയുടെ തിയറി പറയുന്നത് ഇതൊക്കെ നമ്മൾ അച്ചീവ്മെൻറ്റ് മോട്ടിവേഷൻ്റെ ഭാഗമാണ്. എന്ന് വെച്ചാൽ നമുക്കിതൊക്കെ നേടിയെടുക്കേണ്ടത് അത്യാവശ്യമാണ് അല്ലേ. നമുക്കത് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ വേണം, അതുപോലെ സൈക്കോളജിക്കൽ നീഡ്സ് ഉണ്ട്, അതൊക്കെ വേണം. ദെൻ സെൽഫ് ഫുൾഫിൽമെൻറ്റ്, നമ്മളെ ഏറ്റവും വലിയൊരു ആഗ്രഹം ഉണ്ടായിരിക്കും. അപ്പം ഈ രീതിയിലാണ് അച്ചീവ്മെൻറ്റ് മോട്ടിവേഷൻ വരുന്നത്. ഇനി ഇമ്പോർട്ടൻസ് ഓഫ് മോട്ടിവേഷൻ എന്ന് പറയുന്നത്, ഇറ്റ് നീഡ്സ് ഹൈ പെർഫോമൻസ് അല്ലേ. ഏറ്റവും നല്ലൊരു പെർഫോമൻസ് ഈ മോട്ടിവേഷനിലൂടെ നമുക്ക് കിട്ടും, നമുക്കത് കാഴ്ചവെക്കാൻ സാധിക്കും. ആൻഡ് ലോ എംപ്ലോയി ടേൺ ഓവർ ആൻഡ് അബ്സെൻറ്റേയിസം, then better organizational image, better industrial relations, acceptability to change, better quality orientation and better productivity. ഇതൊക്കെയാണ് മോട്ടിവേഷനിലൂടെ കിട്ടുന്നത്. പിന്നെയുണ്ട് ഒരുപാട്, നിങ്ങൾക്ക് ഇഷ്ടംപോലെ പോയിന്റ്സ് എഴുതാം. puts human resources into action, improves level of efficiency of employees and leads to achievement of organizational goals, builds friendly relationship, leads to stability of workforce. So അതാണ്. ഇനി എങ്ങനെയാണ് ഹൗ ടു ഗെറ്റ് മോട്ടിവേറ്റഡ് എന്ന് പറയുന്നത്, ഇതിൻ്റെ ഒരു സിഗ്നിഫിക്കൻസ് അല്ലെങ്കിൽ ഇത് എങ്ങനെ നേടിയെടുക്കാം എന്നുള്ളത് കൂടി നിങ്ങൾ എഴുതിയേക്കണം. ഒന്ന്, നമ്മളെപ്പോഴും സ്റ്റേ പോസിറ്റീവ്, എപ്പോഴും പോസിറ്റീവായിട്ടിരിക്കുക. ആൻഡ് ക്രിയേറ്റ് ഗോൾസ്, ദെൻ വിഷ്വലൈസ് സക്സസ്, കീപ് ഗുഡ് കമ്പനി ആൻഡ് ട്രാക്ക് യുവർ സക്സസ്, റിമെമ്പർ വൈ. ഓക്കെ, ദീസ് ആർ ദി 6 steps. ഓക്കെ, ഇനി നമ്മൾ ഐ ക്യാൻ ഡു ഇറ്റ് എന്ന് പറയുന്നത് മാറ്റിയിട്ട് ഐ ക്യാൻ ഡു ഇറ്റ് എന്നുള്ളതിലേക്ക് കൊണ്ടുവരണം. അപ്പം ഇത്രയാണ്, ഇതൊരു നിങ്ങളുടെ ഒരു ടെക്സ്റ്റ് ബുക്കിൽ നിന്ന് കിട്ടിയതാണ്. ഇതാണ് ക്യാരക്ടറിസ്റ്റിക്സിൽ പറയുന്നതെന്ന് വെച്ചാൽ, ഇറ്റ് ഈസ് മാനിഫെസ്റ്റഡ് ഓൺലി വെൻ ദ ഇൻഡിവിജ്വൽ perceives performance as instrumental to a sense of personal accomplishment, and it is conditioned by one's early training, experiences and subsequent learning. It involves an exalted self-esteem and self-image, and it is a learned motive acquired in the process of growing up and living in a society, and it is an intense desire to perform with excellence for its own sake. And achievement motivation includes need for success as well as need to avoid failure. It is an outcome of social learning and reinforcements which individuals have experienced. So, I hope you understood what is achievement motivation and its definition, significance and features, and also how to get it എന്നുള്ള കാര്യമൊക്കെ നമുക്ക് മനസ്സിലായി. അപ്പോൾ ഇതെല്ലാം വെച്ചിട്ടാണ് നിങ്ങളൊരു essay ചോദിച്ചു കഴിഞ്ഞാൽ എഴുതേണ്ടത്. essay ആവില്ല, പാരഗ്രാഫ് ക്വസ്റ്റ്യൻ ആയിരിക്കും വരുന്നത്. ഓക്കെ, നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പറിന് അടുത്തൊരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം. ഓക്കെ.